എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾക്ക് ഈ പെൻഡിങ് വെച്ച പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടു ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ പല ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കുറെ അധികം പഠിച്ചിട്ടുണ്ടാവും, കുറെ അധികം പെൻഡിങ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പെൻഡിങ് വെച്ചത് എന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി വെക്കാൻ ശ്രമിക്കാം, മനസ്സിലാക്കാൻ, സ്വന്തമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഫസ്റ്റ് ടേമിനലിന് ആകെ എത്ര ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത് എന്നുള്ളത് ആ ഒരു സിലബസ് ബുക്ക് നോക്കിയിട്ട്, ടീച്ചേഴ്സിന്റെ സിലബസ് ബുക്ക് നോക്കിയിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ട് നോക്കാം. മലയാളത്തിലാണെങ്കിൽ ലക്ഷ്മണ സ്വാന്തനം, ഋതുയോഗം, പാവങ്ങൾ, വിശ്വരൂപം, പ്രിയദർശനം, കടൽ തീരത്ത്, ഈ ഒരു ചാപ്റ്റേഴ്സ് ആണ് മലയാളത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇത് ഒരുപാടുണ്ടെന്ന് വിചാരിച്ച് ടെൻഷൻ ആവുന്നു വേണ്ട. ഇതൊക്കെ സ്റ്റോറീസ് ഒക്കെ പോലെയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അതിൽ ഈ ലക്ഷ്മണ സ്വാന്തനമൊക്കെ കുറച്ച് ടഫായിട്ട് തോന്നിയേക്കാം, എന്നാലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാം. അടുത്തതായിട്ട് അടിസ്ഥാന പാഠാവലിയിൽ പ്ലാവിലെ കഞ്ഞി, ഓരോ വിളിയും കാത്ത്, അമ്മത്തൊട്ടിൽ, കൊച്ചു ചക്കരച്ചി, ഓണത്തൊട്ടിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മലയാളത്തില് പാഠാവലിയിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു ലാംഗ്വേജ് സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിട്ട് വൈകുന്നേരമൊക്കെ 5 മണി മുതൽ 6 മണി വരെയുള്ള സമയം നമ്മളൊരു ഫ്രീ ടൈം ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഫ്രീ ടൈമിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ വായിക്കാം. ജസ്റ്റ് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഹിന്ദിയിലും ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാൻ പറഞ്ഞിട്ടിരിക്കുന്നത്. ഇംഗ്ലീഷിലും ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റേഴ്സ് ആണ്. അപ്പം ഈ ലാംഗ്വേജ് സബ്ജക്റ്റുകളുടെ കാര്യം, ലാംഗ്വേജ് സബ്ജക്റ്റുകൾ ആണ് പലരും പെൻഡിങ് വെക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ പെൻഡിങ് വെക്കരുത്. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ കുറച്ച് ടൈമെങ്കിലും എടുത്തിട്ട് ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കണം. നല്ല ഏതെങ്കിലും യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളമൊക്കെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ചാനൽസ് ഉണ്ടെങ്കിൽ അത് നോക്കുക. അതോടൊപ്പം ഞാൻ അന്ന് പറഞ്ഞു തന്ന 2 ബ്ലോഗുകൾ ഉണ്ടായിരുന്നു. ആ ബ്ലോഗുകളിലൊക്കെ ഒരുപാടധികം ക്ലാസ്സുകളുണ്ട്. അതോടൊപ്പം നോട്ട്സ് ഉണ്ട്, ഗ്രാമർ ഒക്കെ എടുത്തു തരുന്ന ടീച്ചേഴ്സിന്റെ ക്ലാസ് ഒക്കെ അതിലുണ്ട്. അപ്പൊ ആ 2 ബ്ലോഗുകൾ നന്നായിട്ട് നോക്കുക, അനലൈസ് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് പറ്റിയ ടീച്ചേഴ്സിനെ, മാഷുമാരെയൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തതാണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇതാണ് നമ്മുടെ സബ്ജക്റ്റുകളിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ, ജിയോഗ്രഫി, മാത്സ്, ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചു തീർക്കേണ്ടതെന്ന് നോക്കാം. ഫിസിക്സിന് 1, 2, 3 ചാപ്റ്റേഴ്സിൽ AC/DC കമ്പാരിസൺ വരെയാണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പകുതി ഭാഗങ്ങൾ. അപ്പൊ കെമിസ്ട്രിക്കും ഒന്നാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പകുതി ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ബയോളജി 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് പഠിക്കാനുണ്ട്. സോഷ്യലും 3 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ജിയോഗ്രഫി 3 ചാപ്റ്റേഴ്സ്. മാത്സ് 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് പഠിക്കാനുണ്ട്. 5ാമത്തെ ചാപ്റ്റർ എന്താണ്, പകുതി വരെയും പഠിക്കാനുണ്ട്. IT എന്ന് പറയുന്നത് 4th ചാപ്റ്റർ വരെ, പൈത്തൺ, ഗ്രാഫിക്സ് വരെ പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ സിലബസിൽ ഉണ്ടായിരുന്നത്. അതായത് ഫസ്റ്റ് ടെർമിനലിന് പഠിക്കാനുണ്ടായിരുന്ന സിലബസ് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ നിങ്ങളൊരു ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു ബുക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് എഴുതേണ്ടത്? എങ്ങനെ ലിസ്റ്റ് ചെയ്യുക? സബ്ജക്ട് എഴുതുക. ഓക്കെ, ഒരു കോളത്തിൽ സബ്ജക്ട് എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ എന്താണ് സബ്ജക്റ്റില് എന്താണ് ചാപ്റ്റർ നെയിം എഴുതുക കേട്ടോ. ചാപ്റ്റർ നെയിം പഠിച്ചതാണെങ്കിൽ സ്റ്റഡീഡ് ഓർ പെൻഡിങ് എഴുതുക. ഓക്കെ, ഈ പെൻഡിങ് വെച്ചതാണെങ്കിൽ ഏതൊക്കെ ചാപ്റ്റർ, ഇപ്പൊ ഒന്നാമത്തെ ഇപ്പൊ മലയാളം ആണെങ്കിൽ മലയാളം എഴുതിയിട്ട് ഇങ്ങനെ ഒരു ചെക്ക് ബോക്സ് ഉണ്ടാക്കാണ് നമ്മൾ. മലയാളം എഴുതിയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ ലക്ഷ്മണ സ്വാന്തനം. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചതാണെങ്കിൽ ഇങ്ങനെ ഒരു ബോക്സ് എഴുതി വെക്കുക. പഠിച്ചതാണെങ്കിൽ ടിക്ക് ഇടുക. പഠിക്കാത്തതാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ഇങ്ങനെ മാർക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾ ആദ്യം നിങ്ങൾ സ്വന്തമായിട്ട് അറിയാൻ പറ്റും നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, ഏതൊക്കെ പെൻഡിങ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, ചെക്ക് ബോക്സ് ഉണ്ടാക്കുക. ആദ്യം ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത് അത്ര പണിയൊന്നുമില്ല. ജസ്റ്റ് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഫിനിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു അരമണിക്കൂർ എടുത്താൽ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട, ഏതൊക്കെ പഠിക്കാനുണ്ടെന്നുള്ളതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ചെക്ക് ബോക്സ് ഉണ്ടാക്കുക കേട്ടോ. ഇത് ഒന്ന് എഴുതി വെച്ചേക്കെ. സബ്ജക്ട് എഴുതി ഒരു കോളത്തില് ചാപ്റ്റർ നെയിം എഴുതി വെക്കുക.
സ്റ്റഡിഡ് ഓർ പെൻഡിങ് എഴുതിയൊക്കെ സ്റ്റഡി ചെയ്തതാണെങ്കിൽ നിങ്ങൾ അവിടെ ടിക്ക് മാർക്ക് ഇടുക, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് വെക്കാം. ഓക്കെ, മലയാളം അതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെതും എഴുതിയിട്ട് ഒരു ലിസ്റ്റ് ആക്കി വെക്കുക. ടേബിൾ പോലെ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ആക്കിയിട്ട് ഒരു വൈറ്റ് ഷീറ്റിൽ എഴുതി വെക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റുകളൊക്കെ പഠിച്ചെടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ കയ്യിൽ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളെ കുറിച്ചും പഠിക്കാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് ഉണ്ടായില്ലേ? അപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണയായി എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, എന്തൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്, എത്രമാത്രം ചാപ്റ്റേഴ്സിൽ എത്രമാത്രം പേജുകൾ നമ്മൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് ഒരു മൈൻഡിൽ നിങ്ങൾക്കൊരു ഏകദേശ ധാരണയായി. ഇനി നമ്മുടെ എയിം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പെൻഡിങ് വെച്ച കാര്യങ്ങൾ എങ്ങനെ പഠിച്ചു തീർക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു, ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലിസ്റ്റ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ലിസ്റ്റ് ചെയ്തു. ഇനി രണ്ടാമതായിട്ട് എങ്ങനെയാണ് പഠിച്ചെടുക്കുക. അപ്പൊ ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയുന്നതാണ്, ഒരുമിച്ച് ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ഒരു 10-30 പേജുള്ള 30 പേജസ് ഒക്കെ ഉള്ള ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും പെട്ടെന്ന് ഇരുന്ന് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ടെൻഷൻ കൂടുകയും പഠിക്കാനൊക്കെ എന്താണ് ഒരു മടുപ്പ് തോന്നുകയും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പെൻഡിങ് വെച്ച കാര്യങ്ങൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പെൻഡിങ് എത്ര പേജുകളാണ് ഓരോ ചാപ്റ്റർ. ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഇപ്പൊ ഫിസിക്സിൽ ഇപ്പൊ സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾ പെൻഡിങ് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിൽ ഇപ്പൊ ഒരു 35 പേജസ് ഉണ്ടെങ്കിൽ ആദ്യം പേജ് വൈസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഒരുമിച്ച് പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഇരുന്ന് പഠിക്കാതെ പേജ് വൈസ് ആയിട്ട്. ഇപ്പൊ ഞാൻ മുൻപ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു 35 പേജസ് ആണ് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ ഉള്ളതെങ്കിൽ ഈ 35 പേജിൽ നിങ്ങൾ തന്നെ മനസ്സിൽ ഓർക്കുക, നിങ്ങൾ ദിവസവും ഒരു 5-6 പേജ് ഞാൻ ദിവസവും പഠിക്കുന്നു, 6 പേപ്പേഴ്സ് ഡെയിലിന്ന് ഒരു ടാർഗറ്റ് വെക്കുക. ഇതാണ് ചെറിയ ചെറിയ ടാർഗറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക, നിങ്ങളുടെ ടാർഗറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, ആദ്യമായിട്ട് അത് കഷ്ണം ആക്കുക. ബുക്ക് പറിച്ചു കയറാനല്ല ഞാൻ പറയുന്നത്, പക്ഷെങ്കിൽ അതിൽ 35 പേജുകളാണെങ്കിൽ ഒരു ചാപ്റ്റർ, ഇപ്പൊ ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ആ 35 പേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഓർക്കുക, ഓക്കെ ഈ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു 6 പേജ് ഒരു ദിവസം വെച്ചിട്ട് പഠിക്കും. അങ്ങനെ സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, സാറ്റർഡേ സൺഡേ എന്താണ്, ഓർ സൺഡേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചൊരു റിലാക്സ് ചെയ്യാൻ, നിങ്ങൾക്ക് എന്താണ് ഓൺലൈൻ ക്ലാസ്സുകൾ, ചിലർക്കൊക്കെ ട്യൂഷൻ ക്ലാസ് ഉണ്ടാവും, എന്നാലും ഓൺലൈൻ ക്ലാസ്സുകളൊന്നുമില്ല. ഡെയിലി നിങ്ങൾ 11 മുതൽ 12 വരെ കാണുന്ന വിക്ടേഴ്സ് ചാനലിന്റെ ക്ലാസ് സൺഡേ സാറ്റർഡേ ഉണ്ടാവാറില്ല. അപ്പൊ അങ്ങനത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പെൻഡിങ് വെച്ച കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ സാറ്റർഡേ സൺഡേ നിങ്ങളിപ്പോ 35 പേജസ് ഉള്ളതാണെങ്കിൽ സാറ്റർഡേ നിങ്ങളൊരു 6 പേജസ് പഠിക്കും, അല്ലെങ്കിൽ ഈ സൺഡേ 6 പേജസ് പഠിച്ചാൽ എന്തായി, ടോട്ടൽ എത്ര പേജ്, 12 പേജസ് നമുക്ക് എന്താണ് 1 വീക്കിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, 12 പേജസ് 1 വീക്കിൽ കവർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 3 വീക്ക് ആവുമ്പോഴേക്ക് എന്താണ്, 3 വീക്ക് ആവുമ്പോഴേക്ക് നിങ്ങൾക്ക് 3 ആഴ്ച ആവുമ്പോഴേക്ക് 12 × 3 അതായത് 36 പേജ് അതായത് പഠിച്ചു തീർക്കാം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾ വെറും 3 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഫിസിക്സിലെ കവർ ചെയ്യാൻ പറ്റും, പെൻഡിങ് വെച്ച കാര്യം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ് ഈ കാര്യങ്ങൾ സാറ്റർഡേ സൺഡേയും വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഒക്ടോബർ ആകുമ്പോഴേക്ക് നിങ്ങൾ പെൻഡിങ് വെച്ച ചാപ്റ്റേഴ്സിൽ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, 1 ചാപ്റ്റർ ഓൾറെഡി എന്ത് ചെയ്യാം, പഠിച്ചു തീർക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എപ്പോഴേ സാധ്യമുള്ളൂ, നിങ്ങൾ ഇന്നത്തെ പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിച്ചു പോകണം, വീണ്ടും പെൻഡിങ് വെക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇന്നിപ്പം പഠിപ്പിച്ച കാര്യങ്ങളാണെങ്കിലും വിക്ടേഴ്സ് ചാനലിലാണെങ്കിലും ട്യൂഷൻ സെന്ററിലാണെങ്കിലും ഒക്കെ പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ടൈം ടേബിൾ പോലെ അങ്ങ് പോയിക്കോട്ടെ. ഓക്കെ, പിന്നെ സാറ്റർഡേ സൺഡേ എന്ത് ചെയ്യാം, റിവിഷൻ ടൈമിൽ റിവിഷൻ ചെയ്യാൻ നിങ്ങൾ ആ പഠിച്ച ഒരാഴ്ചയുള്ള കാര്യങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. പിന്നെ ആണെങ്കിൽ സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് എത്ര പേജ് പഠിച്ചു തീർക്കാൻ പറ്റുമോ അത്രയും പേജുകൾ പഠിച്ചു തീർക്കുക, എന്നിട്ട് ഏകദേശം ഒരു ധാരണ ആക്കി വെക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴേക്ക് നിങ്ങൾ എന്താണ് ഇതുവരെ പെൻഡിങ് വെച്ച ഫസ്റ്റ് ടെർമിനലിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാവും. അങ്ങനെയാകുമ്പോൾ ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക, ഫെബ്രുവരി ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഏകദേശം ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് തീരും. പിന്നെ ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ നിങ്ങൾക്ക്
മോഡൽ എക്സാംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നിങ്ങളുടെ ടാർഗറ്റ് എപ്പോഴും എന്തായിരിക്കണം, ഫെബ്രുവരി ആകുമ്പോഴേക്കും ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചു തീർക്കും എന്നുള്ളതായിരിക്കണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ലിസ്റ്റ് ഉണ്ടാക്കുക. രണ്ടാമത്തേതായിട്ട് അന്ന് ഡെയിലി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, അന്നം തന്നെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതും കൂടെ ഇനി പെൻഡിങ് വെച്ചിട്ട് ആ മല കൂട്ടി വരരുത്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീക്കെൻഡ്സ്, അതായത് സാറ്റർഡേ സൺഡേ ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പെൻഡിങ് വെച്ച കാര്യങ്ങൾ ഇതേപോലെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. പെൻഡിങ് വെച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പേജ് വൈസ് ആയിട്ട് ചെറിയ കഷ്ണമായിട്ട് പഠിക്കാവുന്നതാണ്. ബ്രേക്ക് ചെയ്ത് പഠിക്കുക. കുറച്ച് ഒരു പാഠം കംപ്ലീറ്റ് പഠിക്കാനുണ്ടെങ്കിൽ ആ ചാപ്റ്റർ സാറ്റർഡേ സൺഡേ കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കരുത്. കാരണം സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ആ 1 വീക്കിൽ എടുത്ത കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അന്നന്ന് പഠിച്ച കാര്യങ്ങൾ, ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ കൂടി വീണ്ടും മറന്നു പോവുകയും അത് പെൻഡിങ് വരികയും ചെയ്യും. അപ്പൊ നിങ്ങൾ സാറ്റർഡേ സൺഡേ മാക്സിമം ബാക്കി ആ ഒരാഴ്ച പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാ സബ്ജക്റ്റും റിവിഷൻ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം അതിന് കൊടുക്കുക. പെൻഡിങ് വെച്ച കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. മനസ്സിലായെന്ന് കരുതുകയാണ്. നമുക്കിതൊന്ന് റിക്കി ഞാൻ എഴുതി തരാം. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നിങ്ങളടുത്ത് പറഞ്ഞതിന്റെ ഒരു ചെറിയ രൂപമാണത്, ഷോർട്ടാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെൻഡിങ് വെച്ച ചാപ്റ്ററിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദിവസവും എടുക്കുന്ന പാഠഭാഗങ്ങൾ അന്ന് തന്നെ പഠിച്ചു തീർത്തു പോവുക. ഇന്ന് മുതൽ ദിവസവും എടുക്കുന്ന പാഠഭാഗങ്ങൾ വിക്ടേഴ്സ് ചാനൽ ആയിക്കോട്ടെ, ട്യൂഷൻ സെന്റർ ആയിക്കോട്ടെ, സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് തന്നതായിക്കോട്ടെ, അന്നന്ന് എടുക്കുന്ന പാഠങ്ങൾ അന്നന്ന് തന്നെ മാക്സിമം പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഇനിയും പെൻഡിങ് വെച്ചിട്ട് ആ പെൻഡിങ്ങിന്റെ ഒരു ഹില്ലുണ്ടല്ലോ അത് കൂട്ടി കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നാൽ എന്താണ്, ഒരിക്കലും നമ്മൾക്കത് ആ ഒരു പെൻഡിങ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. അടുത്തതായിട്ട് സാറ്റർഡേ സൺഡേ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ 1 വീക്ക് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ നടത്തിയിട്ട് ഒന്നുകൂടെ പഠിക്കേണ്ടതാണ്, ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ആഴ്ച പഠിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങളടുത്ത് മറന്നു പോവുകയും അത് വീണ്ടും പഠിക്കേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യും. അതുകൊണ്ട് സാറ്റർഡേ സൺഡേ റിവിഷൻ നടത്തുക. പറ്റുമെങ്കിൽ ആ ഓരോരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഓരോരോ വീക്കെൻഡിലും നിങ്ങൾക്ക് എത്രമാത്രം പാഠഭാഗങ്ങൾ എടുത്തു തീർത്തിട്ടുണ്ടോ ആ പാഠഭാഗങ്ങളിൽ നിന്ന് സ്വന്തമായിട്ട് ഒരു പരീക്ഷ എഴുതി നോക്കുക. ഓക്കെ, അങ്ങനെ സ്വന്തം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. നാലാമത്തതായിട്ട് ഓരോ പെയിന്റിംഗ് വെച്ച പാഠഭാഗങ്ങളിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് പേജ് വൈസ് ആയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാൻ ശ്രമിക്കാം. അപ്പൊ ടോട്ടൽ എത്ര പേജ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്നുള്ള ഒരു ഊഹം ഉണ്ടാക്കുക. എന്നിട്ട് ആ പേജിൽ എത്ര പേജ് ഞാൻ ആ ദിവസം പഠിക്കും എന്നുള്ളത്, അതായത് സാറ്റർഡേ സൺഡേ റിവിഷൻ നടത്തുന്നതിനോടൊപ്പം തന്നെ ഒരു 2, 3, 4 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യാം, പെൻഡിങ് വെച്ച പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കാൻ ശ്രമിക്കാം. അപ്പൊ പലരും എന്താണ്, ഒരുപാട് സബ്ജക്റ്റുകളൊക്കെ ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ പെൻഡിങ് വെച്ചതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾ റിവിഷൻ ടൈം കുറച്ചിട്ട് പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാക്സിമം സാറ്റർഡേ സൺഡേ എന്ത് ചെയ്യുക, ബാക്കി എല്ലാ സബ്ജക്റ്റുകളും പെൻഡിങ് വെച്ച എല്ലാ സബ്ജക്റ്റുകൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം ഈ ഒരു എന്ത് ചെയ്യേണ്ടത്, പേജ് വൈസ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് ഫിസിക്സിൽ ഇപ്പം നിങ്ങളൊരു 2 ചാപ്റ്ററും, കെമിസ്ട്രിയിൽ ഒരു 2 ചാപ്റ്റർ, സോഷ്യലിൽ ഇപ്പം ഒരു 1 ചാപ്റ്റർ അല്ലെങ്കിൽ 4 ചാപ്റ്റർ ഒക്കെ പെൻഡിങ് വെച്ചവരുണ്ടാവും. ജോഗ്രഫിയിലും ഒക്കെ അങ്ങനെ 4 ചാപ്റ്റർ ഒക്കെ പെൻഡിങ് വെച്ചവരുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, സാറ്റർഡേ സൺഡേയും ഇപ്പോ രാവിലെ തൊട്ട് ഒരു 3-4 മണിക്കൂർ നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലുള്ള വർക്കും ഉണ്ടാവും. പിന്നെ ട്യൂഷൻ എടുത്ത കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു 2 മണി മുതൽ 4 മണി വരെയുള്ള ആ സമയത്ത് നിങ്ങൾക്ക് റിവിഷൻ നടത്താം. സബ്ജക്ട് വൈസ് ആയിട്ട് എന്ത് ചെയ്യുക, ആ 1 വീക്ക് എടുത്ത കാര്യങ്ങൾ റിവിഷൻ നടത്താം. ഈ റിവിഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ് റിവിഷൻ നടത്തുക എങ്ങനെയാണ്, റിവിഷൻ നോട്ട് ഓൾറെഡി നിങ്ങൾ പഠിക്കുമ്പോൾ ഒക്കെ റിവിഷൻ നോട്ട് ചെറിയതാക്കി എഴുതി വെക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ ഈസി ആയിരിക്കും. അപ്പൊ ഒരു 2-3 മണിക്കൂർ എടുത്തിട്ട് നിങ്ങൾക്ക് ആ 1 വീക്കിൽ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ആണെങ്കിൽ ഇവിടെ പേജ് വൈസ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ സബ്ജക്റ്റിനും തുല്യ പ്രാധാന്യം നൽകണം. ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ, ജോഗ്രഫി എന്നിങ്ങനെ ഏത് സബ്ജക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്, പെൻഡിങ് വെച്ചത് സോഷ്യൽ ആണെങ്കിൽ സോഷ്യലിന് കൂടുതൽ സമയം കൊടുക്കുക. അപ്പോൾ സാറ്റർഡേ ഒക്കെ ഉച്ചയ്ക്ക് ശേഷം, അതായത് 2 മണി മുതൽ ഒരു 5 മണി വരെയുള്ള സമയത്ത് സോഷ്യൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ അങ്ങനെ എന്താണ്, സാറ്റർഡേ സൺഡേ നിങ്ങൾ തുല്യമായി ഭാഗിച്ചിട്ട് വേണം പഠിക്കാൻ. എല്ലാ സബ്ജക്റ്റിനും പെൻഡിങ് വെച്ച എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു പെൻഡിങ് ലിസ്റ്റിൽ നിന്ന് എല്ലാം പഠിച്ച് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇന്ന് മുതൽ കൃത്യമായിട്ട് നിങ്ങൾ അന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നു പഠിക്കുകയും വീക്കെൻഡ്സിൽ അത് നന്നായിട്ട് റിവൈസ് ചെയ്യുകയും ചെയ്യണം. അതോടൊപ്പം വീക്കെൻഡ്സിൽ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേജ് വൈസ് ആയിട്ട് ചാപ്റ്റേഴ്സ്, പെൻഡിങ് വെച്ച ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യാനും ശ്രമിക്കാം. അല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീക്കെൻഡ്സിലാക്കണമെന്നില്ല, ഡെയിലി നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് വെക്കാം. ഡെയിലി ഞാൻ ഇത്ര പേജ് പെയിന്റിംഗ് വെച്ച കാര്യങ്ങൾ പഠിക്കും, അതിന് വേണ്ടിയിട്ട് ഡെയിലി 1 മണിക്കൂറെങ്കിലും നിങ്ങൾ കൊടുക്കുകയും ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്നവർക്കും അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡഡ് ആണ്. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതേപോലെ ചെയ്യാം. ഓക്കെ. പിന്നെ ആണെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് എപ്പോഴും എന്തായിരിക്കണം, സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ജനുവരി ആകുമ്പോഴേക്കും ഞാൻ കംപ്ലീറ്റ്, ജനുവരി ന്യൂ ഇയർ ആണ്, അപ്പോഴേക്കും ഞാൻ കംപ്ലീറ്റ് ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ പെൻഡിങ് വെക്കാതെ പെൻഡിങ് വെച്ച കാര്യങ്ങളൊക്കെ തീർക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഇന്നു മുതൽ പഠിക്കാൻ ശ്രമിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുകയാണ്. ടെൻഷൻ അടിച്ചിരിക്കാതെ ഇതേപോലെ ചെറിയ മെത്തേഡുകളും ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് പഠിച്ചു തീർക്കുക തന്നെ വേണം. പഠിക്കാൻ വേറെ ആരും നിങ്ങളെ വന്നിട്ട് സഹായിക്കില്ല, നിങ്ങൾ തന്നെ വേണം പഠിച്ചു തീർക്കാൻ. പെൻഡിങ് വെച്ചത് തന്നെ നിങ്ങളുടെ വലിയൊരു തെറ്റാണ്. അപ്പൊ ആ തെറ്റിൽ നിന്ന് മുൻപോട്ട് ആ തെറ്റ് കൊണ്ടുപോവാതെ അതിൽ നിന്ന് എന്ത് ചെയ്യാം, പുറത്തിറങ്ങണം എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം. അപ്പൊ ഇന്നു മുതല് ഉറപ്പായിട്ടും എല്ലാ കുട്ടികളും ഇന്നു മുതൽ ഡെയിലി പഠിക്കുന്ന കാര്യങ്ങളാണ് അന്ന് പഠിക്കുക. അതോടൊപ്പം തന്നെ ഇതേപോലെ സാറ്റർഡേ സൺഡേ വീക്കെൻഡ്സിൽ നിങ്ങൾ ഇതേപോലെ പെൻഡിങ് വെച്ച കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ ശ്രമിക്കാം. അപ്പൊ എല്ലാ മക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തും പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് തോന്നുന്നത് അത് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കമന്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ, നിങ്ങൾ പഠനത്തിൽ എന്താണോ പ്രോബ്ലം ഉള്ളത് അത് നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ വെച്ചിട്ട് നിങ്ങളെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രിക്കുകളോ ടിപ്പുകളോ ഒക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, വീട്ടിൽ സ്റ്റേ ഹെൽത്തി ആയിട്ടിരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, ബോഡി റെസ്റ്റ് എടുക്കുക, മൈൻഡ് എപ്പോഴും റിലാക്സ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഒരുപാട് സ്ട്രെസ് ഒന്നും മനസ്സിലേക്ക് കൂട്ടി വെക്കേണ്ട. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.